എൻ്റെ പൊന്നുമക്കളെ എല്ലാവരും കണികളും മറ്റും കണ്ട വിഷുവായിട്ട്. അപ്പ് കുസുമേച്ചി ഇന്നൊരു കണി കണ്ട എൻ്റെ പൊന്നപ്പികളെ, അത് കണിയല്ല കെണിയാണ്. എൻ്റെ ഈ കൊല്ലം പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ഇപ്പൊ യവക്കൊക്കെ ഇത് എന്തൊരു തരിപ്പ് കയറി കിടന്ന് തിളയ്ക്കണം എന്നാണല്ലോ അറിഞ്ഞുകൂടാത്തത്. അവൾക്ക് പൊതുസ്ഥലത്തിരുന്ന് പെടുത്താൽ മാത്രം പോരാ, അത് നാട്ടുകാരെ കാണിക്കണം. മുഖത്ത് 2 ജട്ടിയും വലിച്ച് കെട്ടിക്കൊണ്ട് അവള് പൊതുസ്ഥലത്തിരുന്ന് പെടുക്കാൻ ഇറങ്ങിയതാണ്. പണ്ടൊക്കെ മറപ്പര ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ ദിവസം മുഴുവൻ മൂത്രം പിടിച്ചു വെക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങൾ. മറപ്പരകളും മറ്റും എല്ലാവർക്കും ഒന്നും ഇല്ലായിരുന്നല്ല പണ്ട് കാലങ്ങളിലൊക്കെ. അപ്പം നേരെ ഇരുട്ടണത് വരെ നോക്കിയിരിക്കുക എൻ്റെ പൊന്നുമക്കളെ 2 തുള്ളി ഒന്ന് പെടുക്കാൻ വേണ്ടി. ആ സ്ഥാനത്താണ് ഇപ്പോൾ തുണി അടിച്ച് കാണിച്ച്, കുളിച്ച് കാണിച്ച്, കിടന്ന് കാണിച്ച്, എല്ലാം കാണിച്ച് അവസാനം വെളിക്കിരിക്കണതും പെടുക്കണതും വരെ ആയി. ഇനി എന്തൊരു കാണിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ പെണ്ണുങ്ങൾ കിടന്ന് എന്തരാണോ തിളപ്പ് വരികി ഓടണത്. ഈയിടെ നമ്മുടെ രാഷ്ട്രപതി ഒരു കാര്യം ഇറക്കിയായിരുന്നില്ല. ഈ സമൂഹ മാധ്യമത്തിലൊക്കെ അശ്ലീലങ്ങളും ത്വാന്യാസങ്ങളും ഈ നഗ്നതയും ഒക്കെ കാണിക്കണ പെണ്ണുങ്ങളെയൊക്കെ എന്തൊരു ബാങ്കിലൊക്കെ ഉണ്ടല്ലോ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളയുമെന്നും പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം കേട്ടോ. ഇന്നലെ തന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരുത്തി അവൾ 2, 3, 4 പെറ്റതൊക്കെ ആ വയറ് കണ്ടറിയാം. ആ വയറും കുലുക്കിക്കൊണ്ട് തുണിയും മാറ്റി കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. കൈ 2 പൊക്കിക്കൊണ്ട് വയറുകളും മറ്റും കുലുക്കിക്കൊണ്ട് പാടെയാണ്. എന്നും 16 വയസ്സാണ്. 16 വയസ്സ്. 30 വിസിൽ കുക്കറിലിട്ട് അടിച്ചാലും വേവില്ല, അത്രയും മൂപ്പുണ്ട്. അവിടെ 16 വയസ്സിൻ്റെ കുലുക്ക് ഇതുവരെ കഴിഞ്ഞില്ല. വേറെ കുറേ അവളുമാർ കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കമ്പിൽ വരുന്ന ഒരു ഐസ് ഉണ്ടല്ലോ മക്കളെ, കമ്പൈസ് എന്ന് നമ്മൾ പറയും, കോലൈസൊക്കെ ഇല്ലേ, അത് വാങ്ങിച്ച് കഴിക്കണത്. വേനലൊക്കെ അല്ലേ, എല്ലാവർക്കും ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടി എവളുമാർ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാം കമ്പൈസ്ക്രീം ഉറിഞ്ചുമാണ്. അത് ഉറിഞ്ചണത് കണ്ട കൊച്ചു പിള്ളേരും മറ്റും ഇരിക്കണത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാത്തിനും എന്തരൻ്റെ തരിപ്പാണെന്ന് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ കാലാകാലങ്ങളിൽ ചെല്ലും തോറും പെണ്ണുങ്ങൾക്ക് പിടിച്ചാൽ പിടി കിട്ടാത്ത രീതിയിൽ അങ്ങ് സ്വാക്കേട് കൂടിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത്. ഇതെല്ലാം പ്രകടിപ്പിക്കുമ്പോൾ എവളുമാർക്ക് എന്തൊരു കിട്ടണം? 10, 20, 25,000 രൂപയ്ക്കൊക്കെ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്ന് കിടന്ന് പെണ്ണുങ്ങൾ കഷ്ടപ്പെടണം. പെടല് നേരം വെളുത്ത് തുടങ്ങി രാത്രി വരെ. അപ്പോൾ ഒരു ബസ് പോലും കിട്ടാതെ ഒരു നേരമാവും പെണ്ണുങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ. അവരത്തൻ്റെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ജോലി ചെയ്യണത് അന്തസ്സായിട്ട് കുടുംബം പുലർത്താൻ വേണ്ടി, കഴിയാൻ വേണ്ടി. ആ സ്ഥാനത്താണ് ഇവളുമാർ തുണി ഉരിഞ്ഞ് കാണിച്ചും കൊണ്ട്, പെടുത്തും വെളിക്കിറങ്ങിയും കാണിച്ചുകൊണ്ട്, ആണുങ്ങളെ പിടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണത്. തേങ്ങ അരക്കണത് എങ്ങനെയെന്ന് കാണിച്ചു തരണ, വിറക് കീറണത് എങ്ങനെയെന്ന് കാണിച്ചു തരണ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഒരു ഇളന്ന് കിടക്കണ നൈറ്റി ഇട്ടുകൊണ്ട് ഒരു കമിഴ്ന്ന് കിടപ്പാണ്. കിടന്നുകൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്താണ് ഇവളുമാർ ജോലികളെല്ലാം ചെയ്യണത്. ഉള്ളിലിടേണ്ടതൊന്നും ഇടുമില്ല. ഇതെല്ലാം കണ്ട് വായും പൊളിച്ചിരിക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്, കുറേ അവന്മാരും ഉണ്ട്. ഇതിനെ കൈതട്ടി പ്രോത്സാഹിപ്പിക്കാൻ കുറേ പെണ്ണുങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കണ പെണ്ണുങ്ങളുടെ ഇൻ്റർവ്യൂ വരെ എടുക്കാൻ ഇവിടെ മാധ്യമപ്രവർത്തകരും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഇത്തിരി വലിയ ഈ ഇടുപ്പും അതിന് അനുസരിച്ചുള്ള മൂലമൊക്കെ വരണത് എന്തരാണ്? ആ യൂട്രസ് അകത്തുകൊണ്ട് പ്രസവിക്കണം, എല്ലുകൾ വികസിച്ച് അങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് മൂലമൊക്കെ ഇത്തിരി വീതി ഒക്കെ ആയിട്ട് കൂടിയിരിക്കണത്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ എല്ലാത്തിനെയും അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ട് കാണിച്ച് ഇട്ടില്ലെങ്കിൽ ഇടാത്തതുപോലെ, ഇട്ടെങ്കിലും ഇടാത്തതുപോലെ അങ്ങനെ തുണി കൊടുത്താണ് പെണ്ണുങ്ങൾ നടക്കുന്നത്. എന്തൊരു കൽപ്പിച്ചാണ് പെണ്ണുങ്ങളെ നിങ്ങൾ ഈ തോന്നിയാസം നടക്കണത്, ഈ തോന്നിയാസം കാണിക്കണത്. എല്ലാം കാണിച്ച് മതിയായിട്ട് ഇപ്പോൾ വെളിക്കിറങ്ങണത്, പെടുക്കണത്. ഇനി മാസമുറ വരുമ്പം അത് നിങ്ങൾ തുണിയാ. പിന്നെന്തരാണ് മക്കളെ, ഒരു പഞ്ഞിയുടെ തുണിയുണ്ടല്ലോ, ഒരു പാടോ എന്തരോ എല്ലാം മാറ്റുന്നതല്ലേ ഇനി അങ്ങോട്ട് കാണിക്കും. എന്തൊരു കാണിക്കണമെന്ന് അറിഞ്ഞൂടാ. എന്തൊരു കാണിച്ചാലാണ് ഞാൻ ഇത്തിരി മാറി നിൽക്കണത്. അതിനെന്തൊരു പറയണത്? വെറൈറ്റി. ഞാൻ എന്തൊരു കാണിച്ചാലാണ് വെറൈറ്റി ആകുന്നതെന്നാണ്. ഇപ്പം എല്ലാവരും ലൈവുകളിലൊക്കെ തുണി ഉരിഞ്ഞ് കാണിച്ച് പെണ്ണുങ്ങളെല്ലാം ഇട്ട് കുലുക്കണം. അപ്പം അങ്ങനെ കുലുക്കി ആരും ശ്രദ്ധിക്കില്ല, വേണ്ട. അപ്പോൾ പിന്നെ പെടുത്ത് കാണിക്കാം. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ഇതിനൊക്കെ എന്തൊരു മലയാളത്തിൽ മറുപടികളും മറ്റും പറയാം. ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും ഇവിടെ സംസാരിക്കണം. രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ എങ്ങനെയോ പെട്ട്
അയ്യോ ഇവളുമാരി ഒന്നും വെച്ച് പൊറിപ്പിച്ചൂടെ കേട്ടാ. ഒരുത്തി അവളുടെ ഫോണിൻ്റെ ക്യാമറ അവളുടെ വായുടെ അകത്ത് കൊണ്ട് വെച്ചിട്ട് എന്നെ കൂടുതൽ അടുത്ത് കാണണ്ടേ, വാ രാത്രി വാ, അവിടെ അണ്ണാക്കി കൊണ്ട് വെച്ചിട്ടാണ് ക്യാമറ വെച്ചിട്ടാണ് അവൾ ഫോട്ടോ എടുത്തിട്ടിട്ട് ഇത് പറയണത്. വേറെ എന്തൊരു കാണാനടി, നിനക്കൊക്കെ എന്തരാ അധികമായിട്ടിരിക്കണത്? നാട്ടിലില്ലാത്ത മറ്റു പെണ്ണുങ്ങൾക്കില്ലാത്തത് എന്തര നിനക്കൊക്കെ കയ്യിലിരിക്കണത്? എന്നും കുന്നു ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മടുത്ത് എൻ്റെ പൊന്നുമക്കളെ. നല്ലൊരു ദിവസമായി കൊണ്ടുതാ എൻ്റെ പിള്ളേർ വാങ്ങി തന്നതാണ് കേട്ടാ ഈ കോടി, വിഷുക്കോടി. എങ്ങനെ ഉണ്ട് പൊന്നുമക്കളെ? ഇതുമെല്ലാം ഉടുത്തോണ്ടാണ് ഞാൻ വിചാരിച്ച് ടി വിയിലും ഫോണിലും ഒക്കെ പണ്ട് ഓണക്കളിയും വിഷുക്കളിയൊക്കെ വരുമല്ല, ഇത്തിപ്പോരം പിള്ളേരെന്തെങ്കിലുമൊക്കെ കളിക്കണത് കാണാമെന്നും പറഞ്ഞ് എൻ്റെ ചെറിയ അപ്പിടയിലിരുന്ന ഫോണ് ചോദിച്ച് വാങ്ങി ഒന്ന് നോക്കിയതാണ്. ഉടനെ കണ്ടത് എവള് പെടുക്കണത്. എനിക്ക് കുറേ നാളുകൊണ്ട് ആഗ്രഹം പൊതുസ്ഥലത്തിരുന്ന് വന്ന് മൂത്രം ഒഴിക്കണമെന്ന്. ശരി, നീ ഓരോരുത്തർക്കും ആഗ്രഹമല്ലേ, നിൻ്റെ ഒടുക്കത്ത തൊലിഞ്ഞ ആഗ്രഹം അതാണെന്നിരിക്കട്ടെ. നീ നിൻ്റെ വീട്ടിൻ്റെ പരിസരത്താ, നീ ഏതെങ്കിലും കാട്ടിലെ എവിടെങ്കിലും പോയിരുന്ന് നിൻ്റെ ആഗ്രഹം തീർക്കടി ചൂലേ. അതിന് നീ എന്തരനെ അത് വീഡിയോ പിടിച്ചിടണത്? ഇത്ര ധൈര്യം പെടുക്കാൻ, പൊതുസ്ഥലത്തിരുന്ന് പെടുക്കാൻ ധൈര്യം കാണിക്കുന്നവള്, പകല് പെടുക്കാൻ ധൈര്യം കാണിക്കണവള് മുഖം കൂടെ കാണിക്കൂ. നീ എന്തരനെ ജട്ടിയെ വലിച്ച് മുഖത്ത് കെട്ടിയിരിക്കണത്? അത് കണ്ടപ്പോൾ എൻ്റെ കയ്യെന്നും കാലെന്നും കയറി വന്നു കേട്ടാ ഇങ്ങോട്ട്. വീട്ടിലിരിക്കണം പിള്ളേരെ ആരെങ്കിലും കാണിക്കാൻ പറ്റുക, ആരോടെങ്കിലും പറയാൻ പറ്റുക. ഇപ്പോൾ യവക്കൊക്കെ എന്തൊരു തൊലിക്കട്ടി അപ്പികളെ. ഇങ്ങനെ മനുഷ്യന്മാർ ഇറങ്ങി തിരിച്ചിരിക്കണമല്ലോ, അത് മലയാളി പെമ്പിള്ളേർ. വേറെ എന്തരൊക്കെ ജോലികൾ കിടക്കുന്നു. ഇന്നിപ്പോൾ ഒരു കടയിൽ ചെന്ന് നിന്നാലും കിട്ടുമല്ല 10, 15, 20,000 രൂപയൊക്കെ. അപ്പോൾ ഇതൊന്നും തികയണില്ല കേട്ടാ. ആഡംബരത്തിന് ഇതൊന്നും പോരാ, ശരീരം അനങ്ങാനും വയ്യ. എല്ലാം ഇറച്ചിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനും അത് അനക്കാൻ വയ്യ. അല്ല പിന്നെ ഇതിനൊക്കെ എന്തൊരു ഭാഷയിൽ പറയാൻ മക്കളെ. കുസുമച്ചി മതിമറന്ന് സംസാരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. എത്ര ലക്ഷക്കണക്കിന് ആൺപിള്ളേരും പെൺപിള്ളേരും കണ്ട്. ഇതൊക്കെ ആൺപിള്ളേർ കാണുമ്പോൾ അവർക്ക് രസമാണെന്നാണ് നിങ്ങൾ വിചാരിക്കണത്. അപ്പോൾ കാറി തുപ്പയാണ് കേട്ടാ. പയ്യന്മാരൊക്കെ ഇതൊക്കെ കണ്ട് കാറി തുപ്പണ വീഡിയോകളും മറ്റും കണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ എന്തൊരു സൂക്കേടാടിയെന്നാണ് തയ്യലുകൾ ചോദിക്കണത്. എവൾമാർക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടാ? എവളുമാർക്കൊക്കെ ഒരു ഭാവി ഉണ്ടാ? എടാ നിനക്കൊന്നും ഇല്ലെങ്കിൽ വേണ്ട. ഇനിയുള്ള പിള്ളേരെയും കൂടെ വഴിതെറ്റിക്കാൻ വേണ്ടി നീയൊക്കെ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം ഇട്ട് കൊടുക്കണം. എന്തിന്? നാളെ തൊട്ട് തുണിയില്ലാതെ ഇറങ്ങി ഒരുത്തി നടന്നാൽ അടുത്തവളുമാരും നടക്കാൻ കാണും. ഒരാൾ എന്തെങ്കിലും കന്നന്തിരിവ് കാണിക്കാൻ നോക്കിയിരിക്കുകയാണ് അടുത്തവളുമാരത് കാണിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നുമക്കളെ, ഞാനിതെല്ലാം പറഞ്ഞെന്നും പറഞ്ഞെടി കളവി, നീ കുഴിയിലോട്ട് പോകാതിരിക്കുന്ന നിനക്ക് ഇതിനൊക്കെ പറയേണ്ട എന്തൊരു കാര്യമടി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് എടുത്തു പിടിച്ചുകൊണ്ട് വരും എൻ്റെ പൊന്നുമക്കളെ. നമ്മുടെ കൺമുന്നിലൊക്കെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പട്ടാപ്പകൽ ആഗ്രഹം തീർക്കാൻ വേണ്ടി, അതും മൂത്രം ഒഴിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയാണ് നമുക്ക് പിന്നെ പറയാം, അയ്യോ ഇങ്ങി വന്ന് നിൽക്കുന്നു പാവം, അതിന് അത്ര സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അതൊന്ന് വഴിയരികിലിരുന്ന് പെടുത്തതെന്ന് പറയാം. ഇതതുമല്ല, ആഗ്രഹം തീർക്കാൻ വേണ്ടി, സ്വാക്കേട് തീർക്കാൻ വേണ്ടി നാട്ടുകാരെ കാണിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കണമെന്ന്. ഇതിനൊക്കെ എന്തൊരു മറുപടി പറയണം? ഇത് പറഞ്ഞത് കൂടിപ്പോയതൊക്കെ എൻ്റെ പൊന്നുമക്കളൊന്നും പറ. എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചാൽ എന്തൊരു ചെയ്യാൻ എൻ്റെ പൊന്നുമക്കളെ. ഈ ഫോണെന്ന് പറയണ കുന്ത്രാണ്ട് എടുത്ത് നോക്കായിരുന്ന അത്രയും നല്ലത്.